മൂകാംബികായൈ നമഃ. സർവരക്ഷാകരിയായ മൂകാംബികാദേവിയെ ദർശിച്ചവരാകും നമ്മളിൽ ഭൂരിഭാഗവും. വിദ്യാരംഭത്തിനും കലാ അരങ്ങേറ്റങ്ങൾക്കും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും, അതായത് എന്ത് ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനു മുൻപായി ദേവിക്ക് മുന്നിൽ എത്തുന്നവരാണ് ഭൂരിഭാഗം ഭക്തരും. ശക്തിപീഠത്തിലുള്ള ദേവിയാണ് മൂകാംബിക. അമ്മയുടെ മുന്നിൽ മനസ്സുരുകി നമ്മൾ എന്താവശ്യപ്പെട്ടാലും കരുണാമയിയായ ഭക്തവത്സലയായ അമ്മ മൂകാംബിക അത് സാധിച്ചു തരുന്നതാണ്. അതിവേഗമാണ് ആ പ്രാർത്ഥനയുടെ ഫലമുണ്ടാകുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇത് അനുഭവിച്ചറിഞ്ഞവരുമാകും. നമ്മുടെ ജീവിതം ആയുരാരോഗ്യ സൗഖ്യത്തോടെ സർവസമ്പൽ സമൃദ്ധിയോടെ ആനന്ദകരമായി മുന്നോട്ടു പോകുവാൻ ഏത് സാഹചര്യമാണോ നമ്മളിലേക്ക് എത്തിപ്പെടേണ്ടത് അതിനെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നതാണ്. അമ്മയിൽ ശരണം പ്രാപിക്കുന്ന ഭക്തരെ അവരുടെ ജീവിതത്തിലെ സകലമാന ദുഃഖങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും എല്ലാം നീക്കി അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന സർവസമ്പൽ പ്രദായിനിയാണ് ദേവി മൂകാംബിക. ത്രിപുരസുന്ദരിയായ അമ്മയുടെ ഉപാസകർ ഏതു കാര്യത്തിലും, അത് ജ്ഞാനമാവട്ടെ അറിവാവട്ടെ, എല്ലാത്തിലും ശ്രേഷ്ഠരായിരിക്കും. അമ്മയുടെ അനുഗ്രഹം അത്രത്തോളമായിരിക്കും അവരിലുണ്ടാവുക. പഠനകാര്യത്തിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്കും രോഗപീഠകൾ അനുഭവിക്കുന്നവർക്കും സാമ്പത്തിക ബാധ്യതകളിൽപ്പെട്ട് ഉഴലുന്നവർക്കും അമ്മയെ മനസ്സുരുകി വിളിച്ചാൽ, പ്രാർത്ഥനയിലൂടെ അമ്മയോട് അടുക്കുമ്പോൾ നാം പോലും അറിയാതെ ക്ഷിപ്രമായിക്കൊണ്ട് നമ്മുടെ കഷ്ട സാഹചര്യങ്ങൾ മാറി അത്യുന്നതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. സത്യത്തിൽ അമ്മയുടെ അനുഗ്രഹത്തിനു മുൻപിൽ ഈ വർണ്ണന പോലും നിഷ്പ്രഭമാണ്. നിങ്ങളിലുള്ളത് എന്ത് സങ്കടവുമാവട്ടെ, ശുദ്ധമായ മനസ്സോടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതിലൂടെ നിങ്ങളെന്ന വ്യക്തിയിൽ തന്നെ പല മാറ്റങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്. വൈഷ്ണവ സങ്കല്പത്തിൽ ഗുരുവായൂർ എന്ന പോലെ തന്നെ ദേവീ സങ്കല്പത്തിൽ കൊല്ലൂർ മൂകാംബികയാണ്. ദേവിയുടെ പ്രീതിക്കായി അനുഗ്രഹത്തിനായി ചൊല്ലുന്ന വളരെ വിശേഷപ്പെട്ട മന്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ മന്ത്രത്തിന് ഒരുപാട് അത്ഭുത ശക്തികളുണ്ട്. ഈ മന്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ മന്ത്രം ജപിക്കുന്നവർക്ക് നവകോടി മൂർത്തികളുടെ അനുഗ്രഹം ലഭിക്കുമെന്ന്. ഈ മന്ത്രം തുടങ്ങാൻ പ്രത്യേകിച്ച് സമയമൊന്നും നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത്, രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഇനി ഇതൊന്നുമല്ലാതെ വിഷമഘട്ടങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഏറ്റവും കുറഞ്ഞത് 7 തവണയോ 12 തവണയോ ചൊല്ലാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ ഒരു കടലാസിൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ ഈ മന്ത്രം എഴുതി വെച്ച് നോക്കി ചൊല്ലുക. പതിയെ പഠിച്ചെടുക്കുക. ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ സാധിക്കുമെങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാവുന്നതാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പഠന മേഖലയിൽ അത്യുന്നതിയിലേക്ക് എത്താൻ, ആ മേഖലയിൽ തിളങ്ങി നിൽക്കാൻ അമ്മ കൂടെ ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രം പഠിച്ച് നിത്യവും ഉരുവിടുന്നതിലൂടെ അമ്മയുടെ ചൈതന്യം, സ്പർശം അത് നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ സാധിക്കും. ഇതുവരെ ഇല്ലാത്തൊരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാവുന്നതാണ്. പരമശക്തിയായ സർവരക്ഷാകരിയായ സാക്ഷാൽ മൂകാംബികാദേവിയുടെ വിശിഷ്ടമായ അതീവ ശക്തിയേറിയ മന്ത്രമാണിതെന്ന ബോധത്തോടു കൂടി വേണം ഇത് ജപിക്കാൻ. ഈ മന്ത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ ഇതുവരെ മൂകാംബികാദേവിയെ ദർശിച്ചിട്ടില്ലെങ്കിൽ, കഠിനമായൊരാഗ്രഹം അമ്മയെ കാണാനായി ഉള്ളിലുണ്ടെങ്കിൽ, അമ്മയുടെ പക്കൽ എത്താനായി ഉണ്ടെങ്കിൽ ഈ നാമം ജപിക്കൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ആഗ്രഹം സാധിക്കുന്നതാണ്. അതിലേക്ക് എത്താനുള്ള എല്ലാ തടസ്സങ്ങളും അമ്മ നീക്കി അത്രയ്ക്കും വേഗം അമ്മയുടെ അടുത്തെത്താൻ പറ്റുന്നതാണ്. ഓം ഹ്രീം 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 ശ്രീം 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 ഐം 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 മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതൈക്യരൂപായൈ നവകോടിമൂർത്തിയൈ ദുർഗായൈ നമഃ. ആപതോ മേ നാശയ നാശയ സമ്പതോ മേ പ്രാപയ പ്രാപയ സകല മനോരഥാൻ
സാധയ സാധയ. ഓം ആം ഹ്രീം ക്രോം ഏഹി ഏഹി പരമേശ്വര്यै ദുർഗാം ദേവി ശരണമഹം പ്രപദ്യേ. ഓം ഹ്രീം ദും ദുർഗായൈ നമഃ. ഓം ശ്രീ മൂകാംബികാ പരദേവ്യൈ നമഃ.